അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അഥാ ചതുർത്ഥസ്കന്ധ 10-മോധ്യായ. ജനമേജയ ഉവാച സന്ദേഹോയം മഹാനത്ര പാരാശര്യകഥാനകേ നരനാരായണൗ ശാന്തൗ വൈഷ്ണവാംശൗ തപോധനൗ തീർത്ഥാശ്രമൗ സത്വയുക്തൗ വന്യാശനപരൗ സദാ ധർമ്മപുത്രൗ മഹാത്മാനൗ താപസൗ സത്യസംസ്ഥിതൗ കഥം രാഗസമായുക്തൗ ജാതൗ യുദ്ധേ പരസ്പരം സംഗ്രാമം ചക്രതു കസ്മാത് ത്യക്ത്വാ തപിമനുത്തമാം പ്രഹ്ലാദേന സമം പൂർണ്ണം ദിവ്യവർഷശതം കില ഹിത്വാ ശാന്തിസുഖം യുദ്ധം കൃതവന്തൗ കഥം മുനി കഥം തൗ ചക്രതുർയുദ്ധം പ്രഹ്ലാദേന സമം മുനി കഥയസ്വ മഹാഭാഗ കാരണം വിഗ്രഹസ്യ വൈ കാമിനി കനകം കാര്യം കാരണം വിഗ്രഹസ്യ വൈ യുദ്ധബുദ്ധി കഥം ജാത തയോശ്ച തദ്വിരക്തയോ തഥാവിധം തപസ്തപ്തം താഭ്യാം ച കേന ഹേതുനാ മോഹനാർത്ഥം സുഖഭോഗാർത്ഥം സ്വർഗാർത്ഥം വാ പരം തപ കൃതമത്യുൽക്കടം താഭ്യാം
തപ സർവഫലപ്രദം. മുനിഭ്യാം ശാന്തചിത്താഭ്യാം പ്രാപ്തം കിം ഫലമദ്ഭുതം. തപസാ പീഡിതോ ദേഹ സംഗ്രാമേണ പുനഃ പുനഃ. ദിവ്യവർഷശതം പൂർണ്ണം ശ്രമേണ പരിപീഡിതൗ. ന രാജ്യാർത്ഥേ ധനേ വാപി ന ദാരേഷു ഗൃഹേഷു ച. കിമർത്ഥം തു കൃതം യുദ്ധം താഭ്യാം തേന മഹാത്മനാ. നിരീഹ പുരുഷ കസ്മാൽ പ്രകുര്യാദ്യുദ്ധമീദൃശം. ദുഃഖദം സർവധാ ദേഹേ ജാനൻ ധർമ്മം സനാതനം. സുബുദ്ധി സുഖദാനീഹ കർമാണി കുരുതേ സദാ. ന ദുഃഖദാനി ധർമ്മജ്ഞ സ്ഥിതിരേഷാ സനാതനീ. ധർമ്മപുത്രൗ ഹരേരംശൗ സർവജ്ഞൗ സർവഭൂഷിതൗ. കൃതവന്തൗ കഥം യുദ്ധം ദുഃഖം ധർമ്മവിനാശകം. ത്യക്ത്വാ തപസ്സമാധീതം സുഖാരാമം മഹദ്ഫലം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 10-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇനി ഭാഷാഗാനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയം പറഞ്ഞു, വ്യാസമുനെ എനിക്കേറെ ശങ്കയുണ്ട്. താപസന്മാർ ശാന്തരും വിഷ്ണുവിൻ അംശഭൂതരുമല്ലേ. വന്യഫലം സ്വീകരിച്ചു തീർത്ഥസ്ഥാനെ വസിക്കുന്നു. ധർമ്മപുത്രർ സത്യസന്ധർ മഹാത്മാക്കളും. അവർക്കെങ്ങിനെ യുദ്ധത്തിൽ താൽപര്യമുണ്ടായി. ഒപ്പം തപോനിഷ്ഠ വേടിഞ്ഞവർ യുദ്ധം ചെയ്തല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആത്മശാന്തി സുഖം പോലും ഉപേക്ഷിച്ചു ഇരുവരും. പ്രഹ്ലാദനുമായി യുദ്ധം എന്തിനു ചെയ്തു? അവർ ഏതു വിധത്തിലായി ദൈത്യനോടു യുദ്ധം ചെയ്തു? യുദ്ധം ചെയ്യാൻ കാരണവും പറഞ്ഞിടണേ. പെണ്ണും പൊന്നും യുദ്ധത്തിനു കാരണമായി തീരാറുണ്ട്. അവയൊന്നും വേണ്ടാത്തവർ അവർ രണ്ടുപേർ. എന്തുകൊണ്ട് ആ വിധത്തിൽ തപസ്സു ചെയ്തു? ആഗ്രഹസാഫല്യത്തിനോ സുഖഭോഗം നേടിയിടാനോ സ്വർഗത്തിനോ എന്തിനവർ തപസ്സു ചെയ്തു? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ശാന്തരവർ തപം ചെയ്തതിൻ പ്രയോജനവുമെന്ത്? തപസ്സിനാൽ ക്ഷീണിച്ചവർ യുദ്ധത്തിനാലും 100 ദിവ്യവർഷമവർ യുദ്ധത്തിനാൽ പീഡിതരായി രാജ്യധാരധന ഗൃഹാദികൾക്കുമല്ലാം. പിന്നെ എന്തേ മഹാത്മാവുമായി അവർ യുദ്ധം ചെയ്തു? ആഗ്രഹങ്ങളില്ലാത്തവർക്കെന്തിനു യുദ്ധം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തീർച്ചയായും ശരീരത്തിൽ ദുഃഖമുണ്ടാക്കുന്നു യുദ്ധം. ബുദ്ധിമാനോ സുഖപ്രദ കർമ്മങ്ങൾ ചെയ്യും. ദുഃഖപ്രദ കർമ്മങ്ങളെ ചെയ്യുകില്ലെന്നു നിയമം. ഹരിയുടെ അംശമായ സർവജ്ഞരവ സമാധി സമാധിജമാം ആനന്ദം ഉപേക്ഷിച്ചു ധർമ്മനാശം വരുത്തുന്ന ദുഃഖപ്രദം യുദ്ധത്തെ ചെയ്തു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 356 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധം 10ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ഇപ്പോൾ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറുശി കണ്ണാക്കുറുശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീമദ് ഭാഗവത സപ്താഹം. അത് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സമർപ്പിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ദശാവതാര ചന്ദനച്ചാർത്തോടു കൂടിയാണ് ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നാളെ വൈകുന്നേരം മാഹാത്മ്യത്തോടു കൂടി മാളയ്ക്കടുത്ത് അവിടെ അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ഞായറാഴ്ച ആരംഭിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന സപ്താഹം തിങ്കളാഴ്ചയാണ് ഇവിടെ സമർപ്പിക്കുക. അപ്പോൾ എല്ലാവരെയും ആ കാര്യം കൂടി
ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ഒന്നുകൂടി എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇവിടെ 10ാമത്തെ അധ്യായത്തിൽ ജനമേജയൻ ചില കാര്യങ്ങൾ വ്യാസനോട് ചോദിക്കുകയാണ്. സന്ദേഹോയം മഹാനത്ര പാരാശര്യകഥാനകേ നരനാരായണൗ ശാന്തൗ വൈഷ്ണവാംശൗ തപോധനൗ. ഹേ വ്യാസമുനെ, എനിക്ക് അങ്ങ് പറഞ്ഞ ഈ കഥകൾ കേട്ടിട്ട് കഥാനകേ വലിയ സംശയം, സന്ദേഹോയം വലിയ സംശയം തോന്നുന്നു. നരനാരായണന്മാര് ശാന്തരാണ്, വൈഷ്ണവ അംശമുള്ള ആളുകളാണ്, തപോധനന്മാരാണ്. എന്നിട്ടും തീർത്ഥാശ്രമവും സത്വയുക്തവും വന്യാശനപരവും സദാ ധർമ്മപുത്രവും മഹാത്മാനവും താപസവും സത്യസംസ്ഥിതവും. വന്യഫലങ്ങളും മറ്റും ഭക്ഷിച്ച് സദാ തീർത്ഥസ്ഥാനത്ത് വസിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സ് എപ്പോഴും സത്വഗുണാധിക്യമുള്ളതാവും, അല്ലേ? സാത്വിക പ്രകൃതികളാണ് അവർ ധർമ്മന്റെ പുത്രന്മാരാണ്. അതേപോലെ സത്യസന്ധരാണ്, മഹാത്മാക്കളായ താപസന്മാരാണ്. കഥം രാഗസമായുക്തൗ ജാതൗ യുദ്ധേ പരസ്പരം സംഗ്രാമം ചക്രതു കസ്മാൽ ത്യക്വാദഭിമനുത്തമം എന്നാണ്. അവർക്ക് എങ്ങനെയാണ് യുദ്ധത്തിൽ താല്പര്യമുണ്ടായത്? അത്യുത്തമമായ ആ തപോനിഷ്ഠയെ വെടിഞ്ഞ് എന്തുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത്? പ്രഹ്ലാദേന സമം പൂർണ്ണം ദിവ്യവർഷശതം കില ഹിത്വാ ശാന്തിസുഖം യുദ്ധം കൃതവന്തോ കഥം മുനി. ആത്മശാന്തി കൊണ്ടുണ്ടാകുന്ന സുഖം വേണ്ട എന്ന് വെച്ചിട്ട് ഈ 2 മുനിമാരും എന്തുകൊണ്ടാണ് 100 ദിവ്യ സംവത്സരങ്ങൾ പ്രഹ്ലാദനോട് യുദ്ധം ചെയ്തത്? എന്താണ് അതിനുള്ള കാരണം? അവർ പ്രഹ്ലാദനോട് എങ്ങനെ യുദ്ധം ചെയ്തു? കഥം തൗ ചക്രതുർയുദ്ധം പ്രഹ്ലാദേന സമം മുനി കഥയസ്വ മഹാഭാഗ കാരണം വിഗ്രഹസ്യ വൈ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പോ അങ്ങനെ യുദ്ധം ചെയ്യാൻ എന്താണ് കാരണം എന്ന് പറയണേ. അവിടെ ചോദിക്കുകയാണ് വ്യാസന്റെ അടുത്ത്. സാധാരണ രീതിയിൽ കാമിനി കനകം കാര്യം കാരണം വിഗ്രഹസ്യ വൈ. കാമിനി അല്ലെങ്കിൽ കനകം, കനകം മൂലം കാമിനി മൂലം ഉലകിൽ പലവിധ കലഹം സുലഭം, അല്ലേ? ഇപ്പൊ സാധാരണ യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ പെണ്ണാണ്, അല്ലെങ്കിൽ പൊന്നാണ്. അതൊന്നും വേണ്ടാത്ത അവർക്ക് കഥം ജാത തയോശ്ച തദ് വിരക്തയോ, അതിൽ വിരക്തിയുള്ള അവർക്ക് എങ്ങനെയാണ് യുദ്ധബുദ്ധി ഉണ്ടായത്, യുദ്ധക്കൊതി ഉണ്ടായത്? തഥാവിധം തപസ്തപ്തം താഭ്യാം ച കേന ഹേതുന, അവർ എന്തുകൊണ്ടാണ് ആ തപസ്സിൽ പോലും അവരേർപ്പെട്ടത്? മോഹനാർത്ഥം, സുഖഭോഗാർത്ഥം, സ്വർഗാർത്ഥം വാ പരന്തപ. ആഗ്രഹങ്ങൾ, മോഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല സുഖഭോഗങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണോ? അതോ സ്വർഗത്തിനു വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയാണ്? കൃതം അത്യുൽക്കടം താഭ്യാം തപസ് സർവഫലപ്രദം. അപ്പോ സർവഫലങ്ങളും നൽകുന്ന തപസ് അവരെന്തിനു ചെയ്തു? എന്തായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം? മുനീഭ്യാം ശാന്തചിത്താഭ്യാം പ്രാപ്തം കിം ഫലമത്ഭുതം തപസാ പീഡിതോ ദേഹ സംഗ്രാമേണ പുനഃപുന. പ്രശാന്തചിത്തരായിരിക്കുന്ന ആ ഋഷീശ്വരന്മാർക്ക് തപസ് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? കിം ഫലമത്ഭുതം, തപസ്സുകൊണ്ട് ക്ഷീണിച്ച ആ ദേഹം സംഗ്രാമേണ പുനഃപുന, യുദ്ധത്തിലൂടെ വീണ്ടും വീണ്ടും അവർ ക്ഷീണിപ്പിച്ചു. ദിവ്യവർഷശതം പൂർണ്ണം ശ്രമേണ പരിപീഡിത, 100 ദിവ്യവർഷം യുദ്ധശ്രമം കൊണ്ട് പീഡിതരായി. ന രാജ്യാർത്ഥേ ധനേവാപി ന ദാരേഷു ഗൃഹേഷു ച. അവർ രാജ്യത്തിനു വേണ്ടിയോ ധനത്തിനു വേണ്ടിയോ സ്ത്രീക്കു വേണ്ടിയോ അതല്ലെങ്കിൽ ഗൃഹത്തിനു വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല അവർ തപസ് ചെയ്തത്, അല്ലെങ്കിൽ യുദ്ധം ചെയ്തത്. കിമർത്ഥം തു കൃതം യുദ്ധം താഭ്യാം തേന മഹാത്മന നിരീഹ പുരുഷ കസ്മാൽ പ്രകുര്യാത് യുദ്ധമീദൃശം. പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ഇത്രയും ഗംഭീരമായ യുദ്ധം ആ മഹാത്മാവുമായി ചെയ്തത്? നിരീഹ പുരുഷ കസ്മാൽ പ്രകുര്യാത്
ദുഃഖദം സർവധാദേഹേ ജാനൻ ധർമ്മം സനാതനം. എല്ലാവിധത്തിലും ശരീരത്തിന് ദുഃഖമുണ്ടാക്കുന്നതാണ് യുദ്ധം, അല്ലേ? സുബുദ്ധി സുഖദാനീഹ കർമാണി കുരുതേ സദാ. നല്ല ബുദ്ധിയുള്ള ആളുകൾ, സനാതനധർമ്മം അറിയുന്ന ആളുകൾ സദാ സുഖപ്രദങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുക, അല്ലേ? ന ദുഃഖദാനി ധർമ്മജ്ഞ സ്ഥിതിരേഷാ സനാതനി ധർമ്മപുത്രവും ഹരേരംശവും സർവജ്ഞവും സർവഭൂഷിതവും. ഒരിക്കലും ദുഃഖപ്രദങ്ങളായ കർമ്മങ്ങൾ ചെയ്യില്ല. ആര്? ഈ രണ്ടാളുകൾ. അപ്പോ സുഖപ്രദങ്ങളാകുന്ന കർമ്മങ്ങൾ ചെയ്യും, ദുഃഖപ്രദങ്ങളായിട്ടുള്ള കർമ്മം ചെയ്യില്ല. അത് ലോക നിയമമാണ്, ശാശ്വതമായ നിയമമാണ്. ധർമ്മന്റെ പുത്രന്മാര് ഹരിയുടെ അംശഭൂതരാണ്, സർവജ്ഞരാണ്, സർവഗുണസമ്പന്നരുമാണ്. അപ്പൊ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? കൃതവന്തോ കഥം യുദ്ധം ദുഃഖം ധർമ്മവിനാശകം ത്യക്ത്വാ തപസ്സമാധീതം സുഖാരാമം മഹത്തായ ഫലമുള്ള സമാധിജന്യവുമായിരിക്കുന്ന ആനന്ദമുപേക്ഷിച്ച് അവർ എന്തിനാണ് ധർമ്മനാശകമായിരിക്കുന്ന, ധർമ്മവിനാശകം ദുഃഖപ്രദം, ദുഃഖത്തെ നൽകുന്ന ഈ യുദ്ധം എന്തിനാണ് ചെയ്തത്? ജനമേജയൻ എന്ന ആ പരീക്ഷത്തിന്റെ പുത്രൻ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഭാഗവതത്തിൽ ശ്രീശുകനും പരീക്ഷിത്തും തമ്മിലാണ് സംവാദമെങ്കിൽ ഇവിടെ ശ്രീശുകന്റെ അച്ഛനും പരീക്ഷത്തിന്റെ മകനും തമ്മിലാണ് സംവാദം. അതും ഒരു അത്ഭുതമാണ്, അല്ലേ? ശ്രീമദ് ഭാഗവതം പരീക്ഷിത്തും മകനും തമ്മിലാണെങ്കിൽ ഇവിടെ പരീക്ഷത്തിന്റെ മകനും ആ ശ്രീശുകന്റെ അച്ഛനും തമ്മിലാണ് സംവാദം ദേവീഭാഗവതത്തിൽ. അങ്ങനെയുള്ള ആ ദേവീഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 13 ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 14-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങൾ അനുസ്മരിക്കാൻ ഭഗവതി അനുവാദം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.